നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആംഗുലറിൻ്റെ ആപ്പ് എങ്ങനെ നമുക്ക് ഗൂഗിളിൻ്റെ തന്നെ ബാക്ക്-എൻഡ് സർവീസായ ഫയർബേസുമായി കണക്ട് ചെയ്ത് ഡൈനാമിക് ആയിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ അതിനുവേണ്ടി ഫയർബേസിൽ ഒരു അക്കൗണ്ട് വേണം. അതിനുവേണ്ടി firebase.google.com എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ ചെന്നിട്ട് അവിടെ സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു UI കാണാൻ സാധിക്കും. സോ പുതുതായി ചെയ്യുന്നവർക്ക് ഇവിടെ ഒരു ക്രിയേറ്റ് ന്യൂ ആപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ആയിരിക്കും കാണാം. ഓൾറെഡി ഉള്ളവർക്ക് പ്രീവിയസ് ആയിട്ടുള്ള പ്രോജക്ട്സ് ലിസ്റ്റ് ചെയ്യുന്നതും ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും. സോ ഏത് കേസായാലും ക്രിയേറ്റ് ന്യൂ ആപ്പ് ആയാലും ആഡ് പ്രോജക്റ്റ് ആയാലും നമ്മൾ ഓരോ പുതിയ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഓരോ പുതിയ പ്രോജക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇപ്പോഴത്തേക്ക് വേണ്ടി ഞാനൊരു പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ആ പ്രോജക്റ്റിന് പേരായിട്ട് ഞാൻ മാക്ഫാസ്റ്റ് എന്ന് ഞാൻ പേര് കൊടുക്കുന്നു. കണ്ടിന്യൂ ചെയ്യുന്നു. ഇതിനെല്ലാം കണ്ടിന്യൂ എന്ന് കൊടുത്താൽ മതി. സെലക്ട് ആൻ അക്കൗണ്ട്, ഡിഫോൾട്ട് തന്നെ കൊടുക്കുക. ക്രിയേറ്റ് പ്രോജക്റ്റ്. സോ നമ്മൾ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം നമ്മുടെ പുതിയ പ്രോജക്റ്റിന് വേണ്ടിയുള്ള ഒരു സ്പേസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേറെ പല സർവീസും കാര്യങ്ങളും എല്ലാം ഈ ഒരു പ്രോജക്റ്റിലേക്ക് ഗൂഗിൾ അഥവാ ഫയർബേസ് ലിങ്ക് ചെയ്യും. സോ അതിനുവേണ്ടി കുറച്ച് ടൈം എടുക്കും. അതിനുശേഷം നമുക്കൊരു പ്രത്യേക ഫോൾഡറായിട്ട് നമുക്ക് ആ ഒരു നമ്മുടെ വെബ്സൈറ്റുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ ഫയർബേസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. സോ ഈ ഒരു മെസ്സേജ് വന്നതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ പ്രോജക്റ്റ് ഇവിടെ വന്നിരിക്കുന്നതായിട്ട് കാണാം. സോ ഇവിടെ ഫയർബേസിൻ്റെ ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. മാനുവലി ചെയ്യണമെങ്കിലും ഏതൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ ഉണ്ട്. അനലിറ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റിൻ്റെ അനലിറ്റിക്സ് എല്ലാം നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. സോ ഇത്രയും ക്രിയേറ്റ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഒരു NPM പാക്കേജ് ത്രൂ ആംഗുലറുമായി കണക്ട് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു ആംഗുലറിൻ്റെ ആപ്പ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യമേ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഞാൻ പുതിയൊരു ആംഗുലറിൻ്റെ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ന്യൂ മാക്ഫാസ്റ്റ് ഫയർബേസ് എന്ന പേരിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യാം. നമ്മുടെ ആംഗുലർ പ്രോജക്റ്റ് ഇൻസ്റ്റാൾ ആയതിനു ശേഷം ആംഗുലർ പ്രോജക്റ്റ് ഇടുക. എന്നിട്ട് ഇവിടെ ഒന്ന് ആംഗുലറിൻ്റെ വേർഷൻ എന്താണെന്ന് ചെക്ക് ചെയ്യുക. കാരണം നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്ന ഒരു ഫയർബേസിൻ്റെ NPM പാക്കേജ് കറക്റ്റായിട്ട് വർക്ക് ആവണമെങ്കിൽ നമുക്ക് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആംഗുലറിൻ്റെ വേർഷൻ തന്നെ വേണം. എൻ്റെ കയ്യിലുള്ള 15.2.2 ആണ്. ഇപ്പോൾ 15.2.2 ആയതുകൊണ്ട് തന്നെ ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന NPM പാക്കേജും മറ്റുമെല്ലാം നമുക്ക് ബഗ്സോ ഒന്നും വരാതെ നല്ല കോമ്പാക്റ്റബിൾ ആയിരിക്കും. അതുകൊണ്ട് നൈസായിട്ട് നമുക്ക് പ്രോജക്റ്റ് കണ്ടിന്യൂ ചെയ്ത് പോകാം. സോ ഇൻ കേസ് നിങ്ങൾക്കിത് നിങ്ങളുടെ വേർഷൻ അപ്ഡേറ്റഡ് അല്ല എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് നേരെ ഗൂഗിളിൽ ചെല്ലുക. ഹൗ ടു അപ്ഡേറ്റ് ആംഗുലർ CLI എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ സ്റ്റാക്ക് ഓവർഫ്ലോയിൽ തന്നെ നിങ്ങൾക്ക് ആദ്യമേ കാണാം ഒരു സൊല്യൂഷൻ. ഈ സൊല്യൂഷനിൽ അവർ പറയുന്നുണ്ട് ആദ്യമേ ആംഗുലർ അൺഇൻസ്റ്റാൾ ചെയ്യണം, പിന്നെ റീഇൻസ്റ്റാൾ ചെയ്യണം. സോ ഈ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് റീഇൻസ്റ്റാൾ ചെയ്യണം. അതിനുവേണ്ടി ആദ്യമേ നിങ്ങൾ ഏതെങ്കിലും ആപ്സ് ഇതുപോലെ VS കോഡോ മറ്റോ ഓപ്പൺ ആണെങ്കിൽ അത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് ഈ ടെർമിനലും എല്ലാം ക്ലോസ് ചെയ്തിട്ട് വേണം ഈ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് പിന്നെ റീഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അങ്ങനെ റീഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ നോക്കുക നിങ്ങളുടെ ആപ്പിൻ്റെ വേർഷൻ എന്താണ്. സോ ന്യൂ ആപ്പ് കൊടുക്കുന്നതിന് മുന്നേ വേണം ഈ ഒരു CLI ചെക്ക് ചെയ്യേണ്ടത്. കാരണം ഈ ഒരു പ്രോജക്റ്റ് അന്നേരം ഉള്ള CLIയുടെ വേർഷൻ വെച്ചിട്ടായിരിക്കും ക്രിയേറ്റ് ആവും. സോ നിങ്ങളിത് ചെയ്യുന്നതിന് മുന്നേ വേണം ഈ ആംഗുലർ CLI ചെക്ക് ചെയ്യേണ്ടത്. അപ്ഡേറ്റഡ് ആണെങ്കിൽ മാത്രം ന്യൂ മാക്ഫാസ്റ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ മതി. സോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക, ഒന്ന് നോട്ടീസ് ചെയ്യുക, നിങ്ങളുടെ വേർഷൻ ഏതാണെന്ന് ആദ്യം നോക്കുക. അതിനുശേഷം മാത്രമേ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. പ്രോജക്റ്റ് ക്രിയേറ്റ് ആയതിനു ശേഷം VS കോഡിൽ ഓപ്പൺ ആക്കാം. സോ VS കോഡിൽ നമ്മുടെ പ്രോജക്റ്റ് ഇതാണ്.
നമുക്കതിനെ ng serve ത്രൂ റൺ ചെയ്യാം. റൺ ആയതിനു ശേഷം ഒന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കുക. ആംഗുലറിന്റെ ഇനീഷ്യൽ UI ഇവിടെ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. നേരെ HTML വരിക, എല്ലാം ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം റൗട്ടർ ഔട്ട്ലെറ്റ് എന്ന് കൊടുക്കുക. ഇതോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു ടെർമിനൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു കമാൻഡ് ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ പേജസ് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നില്ല. കാരണം ജസ്റ്റ് ഒരു സാധാ CRUD ഓപ്പറേഷൻ കാണിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ വെബ്സൈറ്റ് ആണ്. നിങ്ങൾ വലിയ വെബ്സൈറ്റ് ചെയ്യുമ്പോൾ പേജസ് യൂണിറ്റ്സ് എന്ന രീതിയിൽ മാക്സിമം കമ്പണൻസ് കസ്റ്റമൈസ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കും. സോ ഈ ഒരു കേസിൽ ഞാൻ സാധാ ഒരു ഡേറ്റ എങ്ങനെ ആഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം ത്രൂ ഫയർബേസ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരിക്കും, എന്നുള്ളൊരു ഐഡിയ ആയിരിക്കും കാണിക്കാം. സോ സാധാരണ ഒരു ഹോം പേജ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഹോം പേജ് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ റൗട്ടിംഗ് മൊഡ്യൂളിൽ ചെന്നിട്ട് എൻ്റെ ആദ്യത്തെ പേജ് ഹോം പേജ് ആണെന്നുള്ള ആ ഒരു ഇത് കൊടുക്കുക. വീണ്ടും നമുക്ക് സൈറ്റ് ടിപ്പ് നോക്കാം. സൈറ്റിൽ എൻ്റെ ഫസ്റ്റ് ഹോം പേജ് ഇവിടെ വന്നിട്ടുണ്ട്. സോ അതിനുശേഷം നമുക്ക് ബൂട്ട്സ്ട്രാപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. ബൂട്ട്സ്ട്രാപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി നേരെ ബൂട്ട്സ്ട്രാപ്പ് സെർച്ച് ചെയ്യുക. ബൂട്ട്സ്ട്രാപ്പിന്റെ ലിങ്ക് എടുക്കുക. കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം VS Code വരിക. VS Codeലെ index.html ഫയലിൽ വരിക. അവിടെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാരണം, ഇവിടെ ഒരു സ്ക്രിപ്റ്റ് ഫയൽ ആണ്. സ്ക്രിപ്റ്റ് ഫയൽ എപ്പോഴും നമ്മൾ ബോഡി ടാഗിന്റെ ഏറ്റവും ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ ആദ്യമേ സ്ക്രിപ്റ്റ് ലോഡാം. സോ എനിവേ ബൂട്ട്സ്ട്രാപ്പിന്റെ CSS ലിങ്ക് ഹെഡ് ടാഗിലും JS ഫയൽ സ്ക്രിപ്റ്റ് ടാഗ് ബോഡി പാർട്ടിലെ ഏറ്റവും ലാസ്റ്റുമായിരിക്കും കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് നമ്മുടെ പ്രോജക്റ്റിലേക്ക് പോകാം. ജസ്റ്റ് ഒന്ന് സൈറ്റ് നോക്കുക. എന്നിട്ട് ഇനി നമുക്ക് നമ്മുടെ ഈ പ്രോജക്റ്റിനെ ഫയർബേസുമായിട്ട് കണക്ട് ചെയ്യാം. ഫയർബേസുമായി കണക്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം ഒരു സൈറ്റിലേക്ക് പോവാം. ആ സൈറ്റാണ് github.com /angular5. ഇതിൽ എങ്ങനെയാണ് ഈ ഒരു ആപ്പ്, നമ്മുടെ ആംഗുലർ ആപ്പ് ഫയർബേസുമായി കണക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ തന്നിട്ടുണ്ട്. സോ ഇവർ പറയുന്നുണ്ട് ഒഫീഷ്യൽ ആംഗുലർ ലൈബ്രറി ഫോർ ഫയർബേസ് ആണ് ഈ ഒരു npm പാക്കേജ്. സോ അതിനുവേണ്ടി ഈ കോഡ് കോപ്പി ചെയ്യുക, Ctrl+C. അതിനുശേഷം നമ്മുടെ ടെർമിനലിൽ വന്നിട്ട് Ctrl+V ആഡ് ചെയ്യുക. ആ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുമ്പം അവർ പലതും ചോദിക്കും. അപ്പം നമുക്ക് എന്തൊക്കെ വേണോ അതൊക്കെ സെലക്ട് ചെയ്യാം. താഴത്തെ ആരോ കീയും സ്പേസും ക്ലിക്ക് ചെയ്താൽ സെലക്ട് ആവും. അതിനുശേഷം എൻ്റർ കൊടുക്കും. എൻ്റർ കൊടുക്കുക. എന്നിട്ട് മാക്ഫാസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. സപ്പോസ് നിങ്ങളുടെ ഫയർബേസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടില്ല എന്നായിരിക്കും. സോ അവർ ലോഗിൻ ചെയ്യാനുള്ള ക്രെഡൻഷ്യൽ ചോദിക്കുമ്പോൾ അതേ ക്രെഡൻഷ്യലും കൊടുക്കുക. പുതിയ ആപ്പ് ക്രിയേറ്റ് ചെയ്യുക ആ ഒരു പ്രോജക്റ്റിൻ്റെ അകത്ത്. പ്രോജക്റ്റിന് വേണമെങ്കിൽ ഒരു യുണീക്ക് നെയിമും കൊടുക്കുക.
ഇങ്ങനെ കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് എൻവയോൺമെന്റ് ഫയൽ നിങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ഇല്ല എങ്കിൽ ഇവിടെ ഒരു എറർ കാണിക്കും. കണ്ടോ, ഈ ഒരു എറർ ഒന്നാണ്ടോ, എൻവയോൺമെന്റ് ഫയലിൽ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പഴയ ആംഗുലറിന്റെ പഴയ വേർഷനിലൊക്കെ എൻവയോൺമെന്റ് ഫയൽ എൻജിന് കൊടുക്കുമ്പോഴേ വരുമായിരുന്നു. ഇത് ഇല്ലാത്ത കേസ് ആയതുകൊണ്ട് നമുക്ക് എൻവയോൺമെന്റ് ഫയൽ ആഡ് ചെയ്യുന്നതിന് വേണ്ടി ജി എൻവയോൺമെന്റ് എന്ന് കൊടുത്താൽ മതി. സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം, എൻവയോൺമെന്റ്സ് എന്നാണ് കൊടുക്കേണ്ടത്. ഇത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എൻവയോൺമെന്റ് ഫയൽ ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട്. സോ ഈ എൻവയോൺമെന്റ് ഫയലിലായിരിക്കും നമ്മുടെ ഫയർബേസും അല്ലെങ്കിൽ നമ്മുടെ ബാക്ക് എൻഡ് ആയ ഫയർബേസിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീക്രട്ട് കോഡ്സും API കീസും എല്ലാം സ്റ്റോർ ആവുക. അങ്ങനെയാണ് ഇവിടെ കണക്ഷൻ നടക്കുന്നത്. അപ്പം നമ്മുടെ ഫയർബേസ് പറയും ഇന്ന യൂസർ നെയിമും പാസ്വേഡും ഉള്ള ഏത് ആപ്പാണ് അവരുമായി കണക്ട് ചെയ്യും. സോ ആ യൂസർ നെയിമും പാസ്വേഡ് എല്ലാം ഇവിടെ വന്ന് സ്റ്റോർ ആവും. നമുക്കത് കാണാം. വീണ്ടും നമ്മൾ ഒന്നും കൂടി ന്യൂ ആഡ് കൊടുക്കുക. കാരണം നേരത്തെ നമ്മൾ കൊടുത്തപ്പോൾ എൻവയോൺമെന്റ് ഇല്ലാത്തത് കൊണ്ട് ഒരു എറർ വന്നതാണ്. സോ ഇപ്പം നമ്മൾ എൻവയോൺമെന്റ് മാനുവലി ആംഗുലറിന്റെ തന്നെ കോഡ് യൂസ് ചെയ്തിട്ട് വീണ്ടും എന്തൊക്കെ വേണോ അതൊക്കെ സെലക്ട് ചെയ്യാം. അനലിറ്റിക്സ് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം, വേണ്ടതെല്ലാം ചെയ്യാം. ക്ലൗഡ് സ്റ്റോറേജ് ആണെങ്കിൽ അത് ചെയ്യാം, കൊടുക്കുക. അതിനുശേഷം എൻ്റർ കൊടുക്കുക. ഓതന്റിക്കേഷൻ എന്ന് പറയുന്നത് ഈ യൂസർ നെയിം ഓതന്റിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫയർബേസിന്റെ തന്നെ ഒരു ടൂളാണ്. നമ്മൾ ആ കമാൻഡ് കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാക്ക് എൻഡിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ID, കോഡ്, സ്റ്റോറേജ് ബക്കറ്റ്, API കീ തുടങ്ങിയ എല്ലാം നമുക്കിവിടെ വരും. മാത്രമല്ല ആപ്പ് ഡോട്ട് മൊഡ്യൂളിൽ നോക്കിക്കഴിഞ്ഞാൽ പുതുതായിട്ട് ഈ ഒരു ലിസ്റ്റ് ഓഫ് ഡേറ്റയും കയറിയതായി കാണാൻ സാധിക്കും. സോ ഇങ്ങനെ നിങ്ങൾ സക്സസ്ഫുള്ളി ഫയർബേസ് നിങ്ങളുടെ പ്രോജക്റ്റുമായി ലിങ്ക് ചെയ്തു. ഇനി എങ്ങനെ ഈ ഒരു ബാക്ക് എൻഡിലേക്ക് ഡേറ്റ സെൻഡ് ചെയ്യാം, റീഡ് ചെയ്യാം, റൈറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം.